ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ചോളം എല്ലാവർക്കും അറിയാമല്ലോ. ചോളം കൊണ്ട് ഞാനൊരു സാധനം, കഴിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. നമുക്കത് നോക്കാം അല്ലേ? ഓക്കെ. ഇതൊക്കെ പൊളിച്ച് കളഞ്ഞ് നമ്മൾ അതിൻ്റെ പുറമേ ഉണ്ടായിരുന്ന സാധനം അതെല്ലാം പൊളിച്ചു. ഇനി ഞാനിത് ആവിയിൽ വെച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇഡലി പാത്രത്തിലോട്ടാണ് ഇത് വയ്ക്കുന്നത്. ആവി വന്നിട്ടുണ്ട്, കണ്ടോ? നമുക്ക് നോക്കാം അല്ലേ? നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടോ? കോൺ വേവിച്ച് വെച്ചു, നല്ല ചൂടാണ്, ആവി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിനി ഇത് ബാക്കി നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ആവശ്യമുള്ളത് ഒരു സാലഡ് വെള്ളരിയുണ്ട്, പിന്നെ ക്യാരറ്റുണ്ട്, 2 പച്ചമുളകുണ്ട്. ഇനിയും അടുത്ത ആളുകൾ കുറച്ചും കൂടി വരും കൂട്ടുകാർ. അപ്പോൾ നമ്മൾ അടർത്തി എടുത്തു, അത് ഇനി ഇതിലോട്ടിട്ട് കൊടുക്കുക. അതൊരു ഡിഷിന് ഒരു വലിയൊരു പാത്രം എടുത്തിരിക്കുകയാണെന്ന് അതിലോട്ടിട്ട് കൊടുക്കുക. നമ്മളിവിടെ കോൺ കണ്ടില്ലേ, എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി കോണിലോട്ട് ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടുക, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിവിടെ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അതെടുത്ത് അരിഞ്ഞിട്ടു. ഞാനിങ്ങനെ അരിഞ്ഞു, നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. അതിട്ടു. പിന്നെ അതിൻ്റെ കൂടെ സാലഡ് കുക്കുംബർ കളിച്ചിരുന്നല്ലോ, അത് ഞാൻ വട്ടത്തിലരിഞ്ഞു. ഓരോ തരത്തിലും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ പച്ചമുളക് അതും ഞാനിട്ടു. അതിപ്പോൾ 2 എടുത്തേക്കും നോക്കിയപ്പോൾ നല്ല എരിവായി ഞാൻ 1 ഇട്ടുള്ളൂ. നമ്മുടെ എരിവ് നിങ്ങൾ നോക്കണം കേട്ടോ എല്ലാവരും. എരിവ് നോക്കിയിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് തിരിക്കുകയല്ലേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരല്പം, കാരണം പച്ചമുളക് ഉള്ളതുകൊണ്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഒരല്പം കുരുമുളക് പൊടി, ഒരു പിഞ്ച് എന്ന് പറയാം. പിന്നെ പച്ചമുളക് മാത്രം ഇടുകയാണെങ്കിൽ പച്ചമുളക് ഇടാം, കുരുമുളക് മാത്രം ഇടുകയാണെങ്കിൽ കുരുമുളക് ഇടാം. അങ്ങനെ ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. നമ്മുടെ നാക്ക് പറയും ഇങ്ങനെ ഇടുന്ന നമ്മുടെ നാക്ക് പറയും. അപ്പോൾ നമ്മളത് കേൾക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒരൽപ്പം നാരങ്ങ നീര്, ഒരു സ്പൂൺ മതിയാവും. നോക്കണം, പുളിയുടെ ടേസ്റ്റൊക്കെ നോക്കണം. ഇനി കുറച്ചും കൂടി ഇടാം. നമുക്കിനി ഒരാളെയും കൂടെ ചേർക്കാനുണ്ട്. നമുക്കിനി സ്പൂൺ മാറ്റിയിട്ട് നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കാം. കൈ ആകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ എല്ലായിടത്തോട്ടും അതിൻ്റെ ടേസ്റ്റ്, എല്ലാത്തിനും ടേസ്റ്റ് ഒരുമിച്ച് വരും. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഭയങ്കരമായിട്ട് ഇങ്ങനെ അമർത്തി ഇതെല്ലാം പീജി പോവും. അതുകൊണ്ട് അങ്ങനെ വേണ്ട. എന്നാലും ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ബട്ടറാണ്, അത് നമുക്കൊന്ന് ചുമ്മാ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിർബന്ധമില്ല കേട്ടോ, ബട്ടർ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇല്ലാതെ നല്ല ടേസ്റ്റ്, ഇപ്പോഴേ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇതൊന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്താ സൂപ്പർ ടേസ്റ്റ്. കാരണം ഇതിന് ചെറിയ മധുരമുണ്ട്, കോണിന് ചെറിയൊരു മധുരമുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ കുരുമുളക് ഇട്ടതിൻ്റെയും പച്ചമുളക് ഇട്ടതിൻ്റെയും ഒരു എരിവും ക്യാരറ്റിൻ്റെ ഒരു പ്രത്യേക സ്വാദും നമ്മുടെ സാലഡ് വെള്ളരിയുടെ സ്വാദം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തല്ലോ. പിന്നെ നമ്മുടെ ബട്ടറും കൂടെ വന്ന റിച്ച് എന്ന് തന്നെ പറയാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. വലിയ പാടൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്രയും നേരം കൊണ്ട് തന്നെ നന്ദി, നമസ്കാരം.